6 എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു നൊമ്പരമായി മാറിയ കഥാപാത്രമാണ് ജാനു. ജാനുവിന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തെ അവതരിപ്പിച്ചത് ഗൗരി ജി കിഷനാണ്. സിനിമയിൽ തൃഷയേക്കാൾ കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് ഗൗരിയെയായിരുന്നു. ആദ്യ സിനിമ തന്നെ വമ്പൻ ഹിറ്റായി മാറിയതോടെ ഗൗരിയും തെന്നിന്ത്യയിലെ താരമായി ഉയർന്നു. തമിഴിലെ വിജയത്തിന് പിന്നാലെ ഗൗരിക്ക് മലയാളത്തിലും അവസരങ്ങൾ ലഭിച്ചു. തുടർന്ന് മലയാള ചിത്രങ്ങളായ മാർഗം കളിയിലും അനുഗ്രഹീതൻ ആന്റണിയിലും അഭിനയിച്ചു. വെബ് സീരീസുകളിലും ഗൗരി ഇന്ന് സജീവമാണ്. അനുഗ്രഹീതൻ ആന്റണിയിൽ നായികയായി അഭിനയിക്കാൻ സാധിച്ചെങ്കിലും മലയാളത്തിലെ തന്റെ ഒരു തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയെന്നാണ് ഗൗരി പറയുന്നത്. റെഡ് എഫ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ വെളിപ്പെടുത്തൽ. മാർഗം കളി എന്ന സിനിമയിലെ കഥാപാത്രം ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെന്നാണ് താരം പറയുന്നത്. ബിബിൻ ജോർജ് നായകനായ ചിത്രമാണ് മാർഗം കളി. ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ നായികയായി എത്തിയത് നമിത പ്രമോദ് ആയിരുന്നു. മാർഗം കളിയിൽ തെറ്റിദ്ധാരണയുടെ പുറത്താണ് അഭിനയിച്ചതെന്നാണ് ഗൗരി പറയുന്നത്. സിനിമയുടെ അണിയറ പ്രവർത്തകരെ വിഷമിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും തുറന്നു പറയുകയാണ്. ഒന്നുകിൽ തന്റെ അറിവില്ലായ്മ കാരണമോ അല്ലെങ്കിൽ അവർ തന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്നും തോന്നിയിട്ടുണ്ട്. അനുഗ്രഹീതൻ ആന്റണിയുടെ റിലീസ് വൈകിയപ്പോഴാണ് മാർഗം കളിയിലെ ചെറിയ റോള് ലഭിച്ചത്. ചിത്രത്തിന്റെ പിന്നിൽ അൽഫോൺസ് പുത്രൻ എന്ന വലിയ പേരുകളൊക്കെയാണ് പറഞ്ഞത്. പ്രേമം കഴിഞ്ഞുള്ള സിനിമയാണെന്ന് വിചാരിച്ചു. സെറ്റിൽ വന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ ആർക്കോ അൽഫോൺസ് പുത്രനുമായി അകന്ന ബന്ധമുണ്ടായിരുന്നു എന്നതല്ലാതെ മറ്റു കണക്ഷനൊന്നുമില്ല എന്ന്. ആ സിനിമയിൽ ഒരു പാട്ടിൽ മാത്രമാണ് ഞാനുള്ളത്, അല്ലാതെ ഓർത്തിരിക്കാൻ പറ്റിയ കഥാപാത്രമാണെന്ന് എനിക്ക് തോന്നിയില്ല. അത് ചെയ്തപ്പോൾ 19 വയസ്സ് മാത്രമേ ഉള്ളൂ. മാർഗം കളിയാണ് ആദ്യം റിലീസായത്. എന്നാൽ ഇപ്പോഴും ഞാൻ പറയും അനുഗ്രഹീതൻ ആന്റണിയാണ് എൻ്റെ ഫസ്റ്റ് പടം എന്ന്. ഏതാദ്യം റിലീസായി എന്നതുകൊണ്ട് മാത്രം ആ സിനിമയുടെ പേര് പറയാൻ തനിക്ക് തോന്നിയിട്ടില്ലെന്നും ഗൗരി കൂട്ടിച്ചേർത്തു.